ഈ രണ്ട് ലോവർ ഹൈ ലോവർ ലോ, ഹൈയർ ഹൈ ഹയർ ലോ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിപ്പം നിലവിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ഇപ്പം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം, അതിൽ കയറി കാണുക. പിന്നെ സബ് ചെയ്തേക്കുക, നോട്ടിഫിക്കേഷൻ ഓൾ കൊടുക്കുക. അപ്പം വരുന്ന വീഡിയോസ് എല്ലാം നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ലോവർ ഹൈ ലോവർ ലോ എന്താണ് ഇതെന്ന് നോക്കാം നമുക്ക്. ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ലോവർ ഹൈ ലോവർ ലോ, അതായത് ഹൈ വെക്കുക, ലോ വെച്ച് ഹൈ വെച്ച് ഇങ്ങനെ പോകുന്ന ഒരു മൂവ്മെൻറ്റ്. ആ ഒരു മൂവ്മെൻറ്റ് എപ്പോഴും ഈ ഒരു രീതിയിലായിരിക്കും ഡൗൺ ട്രെൻഡ് കിടക്കുന്ന മാർക്കറ്റ് പോകുന്നത്. ഓക്കെ. ഇപ്പം അപ്പ് ട്രെൻഡ് കിടക്കുന്ന മാർക്കറ്റ് ഈ ഒരു രീതിയിലായിരിക്കും. ഇപ്പം അത് ഇതാണ് അവസാനത്തെ ഹൈ എന്ന് പറഞ്ഞാൽ. ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ അവസാനത്തെ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അവസാനത്തെ ഹൈ എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ആണ്. ഈ ഹൈക്ക് മുകളിലോട്ട് മാർക്കറ്റ് പോയാൽ എപ്പോഴും മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ. ഇപ്പം ഈ ഒരു ഏരിയ ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് മേപ്പോട്ട് പോയാൽ മാത്രമേ മാർക്കറ്റ് പിന്നെ ഇതിന് മേപ്പോട്ട് പോകത്തുള്ളൂ. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇവിടെ വന്ന മാർക്കറ്റ് എപ്പോഴും മാർക്കറ്റ് ഇവിടെ ഹൈ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ആയിരിക്കും മാർക്കറ്റ് പിന്നെ പോകുന്നത്. അപ്പം ഈ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം അടുത്ത ഹൈ, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ഹൈ, ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. മാർക്കറ്റ് ഇറങ്ങി വരുമ്പോൾ ഈ ഒരു ലോ ഉണ്ടല്ലോ, ലോ ആയിരിക്കും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ അടുത്ത് നോക്കണം. ഈ ഒരു ലോ ആയിരിക്കും ആദ്യമേ സപ്പോർട്ടായിട്ട്, അതിന് താഴോട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഈ ഒരു ലോ. ഓക്കെ, അത് നമുക്ക് ഒന്നുകൂടെ ചാർട്ടിൽ നമുക്ക് നോക്കാം. ചാർട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് 1 hour നോക്കാൻ പറ്റും, അതുപോലെ തന്നെ ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കാൻ പറ്റും, 5 minute നോക്കാൻ പറ്റും. എല്ലാ ടൈം ഫ്രെയിമിലും നമുക്കത് നോക്കാൻ പറ്റും. ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കുവാണെങ്കിൽ അതും വളരെ സിമ്പിളായിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ അത് ഏത് ടൈം ഫ്രെയിമിലായാലും നമ്മൾ വരച്ച് നോക്കിയാലേ കറക്റ്റായിട്ട് നമുക്കത് മനസ്സിലാകത്തുള്ളൂ എന്താണെന്നുള്ളത്. ഇപ്പോൾ തന്നെ ഡെയിലി ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് മാർക്കറ്റ് ആക്ട് ചെയ്യുന്നത്. ഡെയിലി ആകുമ്പോൾ കറക്റ്റ് അതേ കണക്ക് ആക്ട് ചെയ്യണമെന്നില്ല. ഈ പറഞ്ഞ പോലെ ഒന്ന് ലോ കുറച്ച് മേപ്പോട്ട് വരാം, അതേ കണക്ക് ആക്ട് ചെയ്യണമെന്നില്ല. 5 minute ഒക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം ആ രീതിയിലോട്ട് ആക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് ഇതിനകത്ത് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് പോലെ നമ്മളിങ്ങനെ ഇത് വരച്ച് നോക്കുമ്പോഴേ കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇവിടെ ഒരു ലോ വെച്ച് ഹൈ വെച്ച് പിന്നൊരു ലോ വെച്ച് പിന്നെ ചെറിയൊരു ഹൈ വെച്ച് ലോ വെച്ച് അപ്പോൾ ഇതിങ്ങനെ ഓരോ ചാർട്ടിലും വരച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും, കറക്റ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്നുള്ളത്. ഓക്കെ, ഇതിൽ നിന്ന് എന്താണെന്ന് മനസ്സിലായെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ ഉണ്ട്, മാർക്കറ്റ് എപ്പോഴും ഈ ഒരു ഏരിയയിൽ നമ്മൾ ഇവിടെ ഒരു സപ്പോർട്ട് വരച്ച് ഓക്കെ ഇവിടെ കണക്റ്റ് ആയി. അപ്പം അവസാനത്തെ ലോ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഏരിയക്ക് താഴെ വന്നപ്പോൾ മാർക്കറ്റ് പിന്നെ വരുമ്പം ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം. അപ്പം ഡെയിലി ടൈം ഫ്രെയിമിൽ എപ്പോഴും ഇങ്ങനത്തെ ഓരോ സ്റ്റഡിയും കാര്യങ്ങളും കറക്റ്റ് ഡെയിലി നമുക്ക് ഇതിന് വാച്ച് ചെയ്താലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, 5 minute 1 hour ഒക്കെ നോക്കുമ്പോഴത്തേക്ക് അവിടെ കറക്റ്റായിട്ട് തന്നെ ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് 5 minute തന്നെ ഇത് കറക്റ്റായിട്ട് വരച്ച് നോക്കാം. എന്തായാലും 5 minute നോക്കുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഹയർ ലോ. അപ്പം അതെങ്ങനെയാണ് പോകുന്നത്, അതായത് ഹൈ വെച്ചാണ് എപ്പോഴും ഹൈഹർ ലോ പോകുന്നതെന്ന് പറഞ്ഞാൽ, അപ് ട്രെൻഡ് കിടക്കുന്ന മാർക്കറ്റ് എപ്പോഴും പോകുന്നതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഹൈ വെച്ച് ലോ വെച്ചായിരിക്കും പോകുന്നത്. അവസാനത്തെ ഹൈ കട്ട് ചെയ്തായിരിക്കും കയറി പോകുന്നത്. ഓക്കെ, അവസാനത്തെ ഹൈ കട്ട് ചെയ്തായിരിക്കും മേപ്പോട്ട് എപ്പോഴും പോകുന്നത്. അപ്പം ലോ വെച്ച് പിന്നെ അവസാനത്തെ ഹൈ കട്ട് ചെയ്ത് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഇനി ഇവിടുന്ന് താഴോട്ട് വന്നിട്ട് ഈ ഒരു ഹൈ കട്ട് ചെയ്താലേ മേപ്പോട്ട് പോകത്തുള്ളായിരുന്നു അല്ലേ. അതായത് മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് ഈ ഒരു അവസാനത്തെ ഹൈ കട്ട് ചെയ്തിട്ട്
ഇതിങ്ങനെ പോകത്തുള്ളായിരുന്നു. പക്ഷേ അവസാനത്തെ ഹൈ കട്ട് ചെയ്തില്ല. അതിന് പകരം ഈ ഒരു ഏരിയയെ കട്ട് ചെയ്യാതെ അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് യു ടേൺ എൻട്രി അടിച്ചിട്ടാണ് താഴോട്ട് വന്നത് അല്ലേ. അവസാനത്തെ ലോ കട്ട് ചെയ്ത്. ഓക്കെ, അപ്പം അപ് ട്രെൻഡിൽ കിടക്കുന്ന മാർക്കറ്റ് എപ്പോഴും ഈ ഒരു ലോ വെച്ചിട്ട് ഹൈ ഹൈ ബ്രേക്ക് ചെയ്തായിരിക്കും കയറി പോകുന്നത്. അപ്പം ഡൗൺ ട്രെൻഡ് കിടക്കുന്നതാണെങ്കിൽ അപ്പോൾ എൻട്രി നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ആ രീതിയിൽ ചെയ്യാവും. ഡൗൺ ട്രെൻഡ് കിടക്കുന്ന മാർക്കറ്റ് ആണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു അവസാനത്തെ ലോയെ കട്ട് ചെയ്തായിരിക്കും മാർക്കറ്റ് എപ്പോഴും പോകുന്നത്. അവസാനത്തെ ലോയെ കട്ട് ചെയ്തായിരിക്കും പോകുന്നത്. അപ്പം എപ്പോഴാണോ ഈ ഒരു ഹൈ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ കട്ട് ചെയ്യുന്നത്, അവസാനത്തെ ഹൈ എപ്പോഴാണോ കട്ട് ചെയ്യുന്നത് അപ്പോഴായിരിക്കും മാർക്കറ്റ് ട്രെൻഡ് ചേഞ്ചായി എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഹൈ കട്ട് ചെയ്താലേ മാർക്കറ്റ്, അല്ലെങ്കിൽ ഈ ഒരു ഹൈ കട്ട് ചെയ്താലേ മാർക്കറ്റ് പിന്നെ മേപ്പോട്ട് പോകത്തുള്ളൂ. അവസാനം ഉള്ള ഈ ഒരു ഹൈക്ക് മുകളിലോട്ട് പോയാലേ മാർക്കറ്റ് പിന്നെ പോകത്തുള്ളൂ. പക്ഷേ ഈ ഒരു ഹൈക്ക് മുകളിലോട്ട് മാർക്കറ്റ് പോയിട്ടില്ല. അപ്പോൾ അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് അതാണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് മേപ്പോട്ട് പോയിട്ടില്ല. ഈ ഒരു ഏരിയയിൽ നിന്ന് മേപ്പോട്ട് പോവുമായിരുന്നെങ്കിൽ മാർക്കറ്റ് പിന്നെ മേപ്പോട്ട് നോക്കിയാൽ മതി. ഓക്കെ, അതായത് ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് പോകുമായിരുന്നെങ്കിൽ കണ്ട ഇതിങ്ങനെ പോകത്തുള്ളൂ, ഇങ്ങനെ പോയേനെ. അപ്പം ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ കയറി പോയേനെ. അപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അവസാനത്തെ നല്ലൊരു, ഞാൻ സപ്പോർട്ട് റെസിസ്റ്റൻസിനെ കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് അപ്പോഴേ അതെന്തുവാന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പം അത് ഞാനത് ഈ ഒരു സപ്പോർട്ട് ഏരിയ അല്ല, ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ അപ്പം ഇതിന്നൊരു വലിയൊരു മൂവ്മെൻറ്റ് ഇവിടം വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെയും അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ താഴോട്ട് വരികയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് എപ്പോഴും ഈ രീതിയിലായിരിക്കും എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നത്. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഇതൊരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു ഏരിയയിലെല്ലാം അങ്ങനെ തന്നെ സംഭവിച്ചത്. ലോവർ ഹൈ ലോവറിലാണ് ഈ ഒരു ഏരിയ. അപ്പം എല്ലായിടത്തും നമ്മളിങ്ങനെ വരച്ച് നോക്കിയാൽ ഏകദേശം ഇതിനെക്കുറിച്ചൊരു രൂപം കിട്ടത്തുള്ളൂ. അപ്പം ഏത് ചാർട്ടിലും 1 ഹവറിലായാലും ഡെയിലി ടൈം ഫ്രെയിമിലായാലും 5 മിനിറ്റിലായാലും എല്ലാം ഇതിപ്പോൾ 1 ഹവർ കിടക്കുന്നതാണെങ്കിൽ പോലും എല്ലായിടത്തും നമുക്ക് ഇത് വരച്ച് മനസ്സിലാക്കാൻ പറ്റും. ഏത് ചാർട്ട് കിട്ടിയാലും ഇങ്ങനെ നമ്മൾക്ക് ഇപ്പം ഇവിടെ എൻട്രി എവിടെ ആയിരിക്കും നമ്മൾ എടുക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. എപ്പോഴും എൻട്രി പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റിൽ എൻട്രി പ്ലാൻ ചെയ്യുമ്പോൾ എപ്പോഴും എപ്പോഴും ഈ ഒരു ഹൈക്ക് കട്ട് ചെയ്ത് മേപ്പോട്ട് പോയി ഈ ഒരു ഹൈ വെച്ച്, അതായത് അവസാനത്തെ ഹൈയെ കട്ട് ചെയ്ത് മേപ്പോട്ട് പോയിട്ട് ഒരു ഹൈ വെച്ചിട്ട് ഈ ഒരു ഹൈയിലോട്ട് അപ്പം വരുമ്പോഴത്തേക്ക് ഇവിടെ ലോ ആക്കി, അതായത് ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. അവസാനത്തെ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് മേപ്പോട്ട് പോയിട്ട് ഇവിടെ വരുമ്പം ഇതൊരു റെസിസ്റ്റൻസ് സപ്പോർട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അവസാനത്തെ റെസിസ്റ്റൻസ് ഏരിയ കട്ട് ചെയ്ത് മേപ്പോട്ട് പോയിട്ട് ഇവിടെ വരുമ്പോൾ ഇതൊരു സപ്പോർട്ട് ഏരിയ ആവാം അല്ലേ. അപ്പം ഇവിടെ നിന്ന് നല്ലൊരു മൂവ്മെൻറ്റ് ഇവിടെ ഇത്രയും കിട്ടിയേനെ. ഓക്കെ, അപ്പം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇനി ഈ മാർക്കറ്റ് ഇവിടുന്ന് മാർക്കറ്റ് ഇവിടെ ലോ വെച്ച് മേപ്പോട്ട് പോയി, ഇനി ഈ മാർക്കറ്റ് താഴോട്ട് വരണമെങ്കിൽ അവസാനത്തെ ഈ ഒരു ലോ ഉണ്ടല്ലോ, ഈ ലോയ്ക്ക് താഴെ വന്നാലേ മാർക്കറ്റ് പിന്നെ ഈ രീതിയിൽ സഞ്ചരിക്കത്തുള്ളൂ, അതായത് ഇങ്ങനെ സഞ്ചരിക്കത്തുള്ളൂ. അപ്പം എന്താണ് വരേണ്ടതെന്ന് പറഞ്ഞാൽ അവസാനത്തെ ലോയെ കട്ട് ചെയ്താൽ മാർക്കറ്റ് ഇങ്ങനെ അവസാനത്തെ ലോയെ കട്ട് ചെയ്ത് മാർക്കറ്റ് പോകത്തുള്ളൂ. ഓക്കെ, അപ്പ് ട്രെൻഡ് ആണെങ്കിൽ അവസാനത്തെ ഹൈ ബ്രേക്ക് ചെയ്തായിരിക്കും മാർക്കറ്റ് എപ്പോഴും പോകുന്നത്. ഓക്കെ, അപ്പം എപ്പോഴും എൻട്രി പ്ലാൻ ചെയ്യുമ്പം അവസാനത്തെ ഹൈക്ക് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവസാനത്തെ ലോ വരുമ്പം വേണമെങ്കിൽ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് ഇവിടെ വരുമ്പോൾ ക്യാൻഡിലിൻ്റെ സ്ട്രെങ്തും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം നിലവിൽ ലൈവ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇന്നത്തെ മാർക്കറ്റിൽ
എങ്ങനെ ഇത് അപ്ലൈ ചെയ്ത് പ്രോഫിറ്റ് ആക്കാൻ പറ്റും എന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ഇന്നത്തെ മാർക്കറ്റിലായിരുന്നെങ്കിൽ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. 1 ഹവറിൽ ഇതൊരു മൊത്തം ഇത് സപ്പോർട്ട് റെസിസ്റ്റൻസ് മെയിൻ നോക്കണം. ഒന്നാമത്തെ കാര്യം ഈ നട്ടെല്ലെന്ന് പറഞ്ഞ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. പിന്നെ ഈ ഹയറിൽ നോക്കുവാണെങ്കിൽ ഏകദേശം അത് വെച്ച് തന്നെ നമുക്ക് മാർക്കറ്റിനെ സുഖമായിട്ട് എൻട്രി പ്ലാൻ ചെയ്തെടുക്കാൻ പറ്റും. കോൺഫിഡൻസ് ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അതാണ് ഇതിനകത്തുള്ള ഡിഫറൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ ലോ വെച്ച് ഹൈ വെച്ച് ഇങ്ങനെ നമ്മൾ ഇതിനെ വരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഇപ്പോൾ 1 ഹവറിലാണെങ്കിൽ വരച്ച് നോക്കുവാനാണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാം. ഈ കാണുന്ന എല്ലാം ഒരു ലോയാണ്. അതുകൂടാതെ തന്നെ ഒരു സപ്പോർട്ട് ഏരിയയാണ്. ഈ സപ്പോർട്ട് ഏരിയയിൽ നിന്ന് താഴെ പോയാൽ മാത്രമേ മാർക്കറ്റ് പിന്നെ താഴോട്ട് പോകത്തുള്ളൂ. അപ്പം ഈ ഒരു ഏരിയ വരുമ്പോൾ എല്ലാം നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് പോയാലേ മാർക്കറ്റ് പിന്നെ താപ്പോട്ട് പോകത്തുള്ളൂ. ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യണം. അപ്പം ഇപ്പം ഈ ഒരു ഏരിയയിലോട്ട് വരികയാണെങ്കിൽ ഈ കാണുന്ന സപ്പോർട്ട് ഏരിയയിലെല്ലാം വരികയാണെങ്കിൽ പിന്നെ മാർക്കറ്റ് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. അപ്പം ഈ ഏരിയ വരുമ്പോൾ എല്ലാം എൻട്രി എടുക്കാം. അവസാനത്തെ ലോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ കട്ട് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് താഴെ പോകത്തുള്ളൂ. ഈ ഏരിയ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ താപ്പോട്ട് എൻട്രി എടുക്കാൻ പറ്റും. കാര്യം ഇപ്പം നമ്മൾ ഈ ഒരു ഏരിയയിൽ വരുമ്പോഴത്തേക്ക് ഈ ഏരിയ താഴോട്ട് ബ്രേക്ക് ചെയ്ത് അവസാനത്തെ ലോ കട്ട് ചെയ്ത് താഴോട്ട് വന്നിട്ട് ഈ ഒരു ഏരിയ വരുമ്പോൾ ഇവിടെ സെല്ല് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതായത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോൾ മാർക്കറ്റ് പിന്നെ താഴോട്ടായിരിക്കും പോകുന്നത്. അവസാനത്തെ ലോ വെച്ചായിരിക്കും പോകുന്നത്. ഇവിടെ ലോ വെച്ച് പിന്നെ ഹൈ വെച്ച് ഇങ്ങനെ ആയിരിക്കും. അപ്പം എപ്പോഴാണോ അവസാനത്തെ ഹൈയെ കട്ട് ചെയ്യാൻ മാർക്കറ്റിന് പറ്റുന്നത് അപ്പോഴേ ഇപ്പം ഈ ഒരു ഹൈ എപ്പോഴാണോ മാർക്കറ്റ് ഇവിടെ കിടക്കുന്ന മാർക്കറ്റ് ഈ ഒരു ഹൈയെ എപ്പോഴാണോ മേപ്പോട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നത് അപ്പോൾ മാർക്കറ്റ് പിന്നെ മേപ്പോട്ടായിരിക്കും അപ് ട്രെൻഡിലോട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നത്. ഓക്കെ, അതായത് ഈ ഒരു ഹൈ എപ്പോഴാണോ ബ്രേക്ക് ചെയ്ത് മേപ്പോട്ട് പോകുന്നത് അപ്പോഴായിരിക്കും മാർക്കറ്റ് പിന്നെ ട്രെൻഡ് റിവേഴ്സ് ആകുന്നത്, തിരിച്ച് മേപ്പോട്ട് അപ് ട്രെൻഡായിട്ട് പോകുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പം അടുത്ത ഓരോ ഏരിയയിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഇതിങ്ങനെ വരച്ച് ഓരോ 5 മിനിറ്റിലായാലും 1 ഹവറിലായാലും വരച്ച് മനസ്സിലാക്കിയാൽ ഇത് ഈ തൃപ്തിയായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്താണെന്നുള്ളത് എല്ലാ ചാർട്ടിലും വർക്ക് ആവുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ അതിങ്ങനെ ഓരോ ഏരിയ വരുമ്പോഴും വരച്ച് നോക്കണം. എല്ലാ ഏരിയയിലും ഈ ഹൈ വെച്ച് ലോ വെച്ച് ഇതിങ്ങനെ എപ്പോഴും വരച്ച് പോയാലേ അത് കണക്റ്റ് ആകത്തുള്ളൂ, മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ ചിലപ്പോൾ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ടും ചെയ്യുന്നത്. ഓക്കെ, അപ്പം വീഡിയോ റെസിസ്റ്റൻസ് സപ്പോർട്ട് കാണേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അത് എടുത്ത് കാണുവാണെങ്കിൽ കുറച്ചുകൂടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും.